നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ സൂപ്രണ്ട് ഓഫീസ് ഉപരോധിച്ചു. ഉപരോധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സംഭവത്തിൽ ഉത്തരവാദികളായ ഡോക്ടർമാർക്കെതിരെ കേസെടുക്കണമെന്ന് കുടുംബം. അപ്രതീക്ഷിതമായി വെള്ളം കൂടിയതിനെ തുടർന്ന് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ വിനോദസഞ്ചാരികൾ കുടുങ്ങി. ഉത്തരേന്ത്യക്കാരായ 15ഓളം വിനോദസഞ്ചാരികളെ വനസംരക്ഷണ സമിതി പ്രവർത്തകർ രക്ഷപ്പെടുത്തി. കോടാലിയിൽ ഭക്ഷണശാലയിൽ തീപിടുത്തം. പാചകവാതക സിലിണ്ടറിന് തീപിടിക്കാതിരുന്നതിനാൽ വൻ അപകടമൊഴിവായി. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് നടത്തിപ്പുകാർ. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ നടത്തുന്ന സമരം 10ാം ദിവസം തുടരുന്നു. സമരം ചെയ്യുന്ന ഡോക്ടർമാരുമായി സർക്കാർ നാളെ വീണ്ടും ചർച്ച നടത്തും. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ ദർശന നിയന്ത്രണമുണ്ടാകും. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ പുലർച്ചെ 4 മുതൽ പകൽ 11:30 വരെയാകും നിയന്ത്രണം. ശനിയാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നാലമ്പലത്തിൽ പ്രവേശനമുണ്ടാവില്ല. ചിറ്റാറ്റുകരയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രികരായ പാവറട്ടി കാക്കശ്ശേരി സ്വദേശി നാലകത്ത് മുഹമ്മദ് ഫർഷിൻ, പണിക്ക വീട്ടിൽ റൌഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളാഞ്ചിറ ആണിക്കുളങ്ങര മകം തൊഴിൽ മഹോത്സവത്തിന് കൊടിയേറി. കൊടിയേറ്റ് ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ, മേൽശാന്തി രാജേഷ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. മാർച്ച് 2-നാണ് ഉത്സവം. ചാവക്കാട് മണത്തല ശ്രീ വിശ്വനാഥ ക്ഷേത്രത്തിൽ പൂര മഹോത്സവം ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി, മേൽശാന്തി MK ശിവാനന്ദൻ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദേശീയപാതയിലെ ചാലക്കുടി പുഴമ്പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതിൽ അവ്യക്തത. ഈ മാസം ആദ്യ ആഴ്ചയിൽ തുടങ്ങുമെന്നായിരുന്നു അറിയിപ്പെങ്കിലും പിന്നീട് തീരുമാനം മാറ്റി. വെണ്ടൂർ ലിഷർലാൻഡ് ഹെൽത്ത് ക്ലബ് ഗോൾഡൻ ഏജ് കെയർ വയോജന കൂട്ടായ്മയുടെ 1ാം വാർഷികം ആഘോഷിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃശൂർ കോർപ്പറേഷൻ വെസ്റ്റ് ബ്ലോക്ക് 34ാം വാർഷിക സമ്മേളനം മുൻ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. KSSPU കോർപ്പറേഷൻ വെസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് CB കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. BJP ഭരിക്കുന്ന തിരുവില്ലാമല പഞ്ചായത്തിന്റെ രേഖകളിൽ പട്ടികജാതിക്കാരുടെ താമസ സ്ഥലം കോളനി എന്ന് രേഖപ്പെടുത്തുന്നതായി ആരോപണം. ഉന്നതി എന്നോ നഗർ എന്നോ പരാമർശിക്കണമെന്ന സർക്കാർ ഉത്തരവിന് വിരുദ്ധമായാണ് പഞ്ചായത്തിന്റെ സമീപനമെന്ന് പഞ്ചായത്ത് അംഗം ദിലീപ് ആരോപിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ പുരുഷ വനിതാ വിഭാഗം കരാട്ടെ ചാമ്പ്യൻഷിപ്പിന് തൃശൂർ VKN മെനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമായി. 400-ൽ പരം കോളേജുകളിൽ നിന്നായി 500-ലേറെ വിദ്യാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കും. വിങ്സ് ഓഫ് വേവ്സ് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്ന ധ്യാൻ തർപ്പൺ രചിച്ച സാക്ഷിപദം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ശനിയാഴ്ച വൈകിട്ട് 4-ന് പറവട്ടാനിയിലെ അഞ്ചനം നാലുകെട്ടിൽ നടക്കും. തുടർന്ന് സംഗീത സായാഹ്നം പരിപാടിയും അരങ്ങേറും. നാഷണൽ സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ നടക്കും. ശനിയാഴ്ച രാവിലെ 10-ന് അയ്യന്തോൾ കോസ്റ്റ്ഫോർഡ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം വർണ്ണാഭമായി. ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് ദിവാകരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചികിത്സാ പിഴവ് മൂലം കണ്ണുകൾ നഷ്ടപ്പെട്ട തൃക്കൂർ സ്വദേശിയായ യുവാവിന് AI സംവിധാനത്തിലുള്ള സ്മാർട്ട് കണ്ണട നൽകുന്നതിനുള്ള സാധ്യത തേടുമെന്ന് മുൻ MLA അനിലക്കര. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയതായും നിയമപരമായ കാര്യങ്ങൾക്ക് സഹായം നൽകുമെന്നും അനിലക്കര. ഉത്രാളിക്കാവ് പൂരം സമാപിച്ചു. ദേശങ്ങളുടെ കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം ഏങ്ങങ്കാട് ദേശത്തിന്റെ ഈട് വെടിക്കെട്ട് നടന്നു. പുലർച്ചെ നടക്കാനിരുന്ന വെടിക്കെട്ട് കനത്ത മഴയെ തുടർന്ന് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. കുന്നംകുളം പാലാട്ടുമുറി സെന്ററിൽ യുവാവിനെ കത്തികൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയും വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ പ്രതിയെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലാട്ടുമുറി പള്ളിക്കര ഹൌസിൽ ഷിജുവിനെയാണ് പോലീസ് പിടികൂടിയത്. വിദേശത്തേക്ക് വിസ വാഗ്ദാനം ചെയ്ത് കാണിപ്പയൂർ സ്വദേശിയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത പരാതിയിൽ തിരുവനന്തപുരം സ്വദേശിക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം പഴിയൂർ സ്വദേശി രജിക്കെതിരെയാണ് കേസെടുത്തത്. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പെരുവല്ലൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ ഒറ്റയാൾ സമരം നടത്തി. പെരുവല്ലൂർ സ്വദേശി വെണ്ണയങ്ങോട്ട് സനീഷാണ് പ്രതിഷേധ സമരം നടത്തിയത്. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ചെറുതുരുത്തി ഷൊർണൂർ തടയണയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്.
കുന്നംകുളം പയ്യൂരിൽ റോഡരികിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡ് കീറിയെന്നാരോപിച്ച് വീട്ടിൽ അതിക്രമിച്ചു കയറി വയോധികയെയും കൊച്ചുമക്കളെയും ക്രൂരമായി ആക്രമിച്ച സംഘത്തിനെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. അമൽജിത്ത്, നീരജ്, ശ്യാം, രഞ്ജീഷ്, അക്ഷയ്, അശ്വിൻ ബാബു എന്നിവർക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന മറ്റ് 5 പേർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത്. കൈപ്പറമ്പ് പഞ്ചായത്തിന്റെ 21ാമത് ഫുട്ബോൾ മേള വെള്ളിയാഴ്ച മുതൽ മാർച്ച് 15 വരെ നടക്കും. പഞ്ചായത്ത് ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ വെള്ളിയാഴ്ച രാത്രി 8-ന് സേവ്യർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യും. പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ വിമൽ, പോലീസ് ഓഫീസർ പ്രസാദ്, നിർഭയ വളണ്ടിയർ ഇന്ദിര ദാസ് എന്നിവർ നേതൃത്വം നൽകി. ഗണിതശാസ്ത്രത്തിൽ തനതായ ആശയങ്ങളും നവീന സൂത്രവാക്യങ്ങളും ആവിഷ്കരിച്ച പ്രശസ്ത എഞ്ചിനീയർ വൈക്കത്ത് കുന്നേമഠത്തിൽ പരമേശ്വരൻ അയ്യർ സ്മാരക ഗണിതശാസ്ത്ര പുരസ്കാരത്തിന് പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജ് മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ V. ബാലകൃഷ്ണ പണിക്കർ അർഹനായി. നാളെ കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. എറവ് സെന്റ് തെരേസാസ് അക്കാദമി വാട്ടർ ബെൽ പദ്ധതിക്ക് തുടക്കം. ചൂടുകൂടിയ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനാണ് പദ്ധതി ആരംഭിക്കുന്നതെന്ന് സ്കൂൾ പ്രിൻസിപ്പാൾ. റാഫി ജോസ് അസോസിയേഷൻ ഒരുക്കുന്ന റാഫി ജോസ് മ്യൂസിക് നൈറ്റ് ശനിയാഴ്ച വൈകിട്ട് 5-ന് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ അരങ്ങേറും. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായി തറപ്പാട്ടം പിരിക്കുന്നതിനായുള്ള ലേലം വിളി നടന്നു. ലോകമല്ലേശ്വരം സ്വദേശി വലിയപറമ്പിൽ വിനയന്റെ പേരിൽ 11 ലക്ഷം രൂപയ്ക്കാണ് ലേലം ഉറപ്പിച്ചത്. കൊടകര സഹൃദയ കോളേജിൽ ത്രിദിന ദേശീയ സെമിനാറിന് തുടക്കമായി. കാലടി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ KK ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി അരുവായി ശ്രീ ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവം ഈ മാസം 27, 28 തീയതികളിൽ ആഘോഷിക്കും. പട്ടാമ്പി മണികണ്ഠൻ ഭഗവതിയുടെ തിടമ്പേറ്റും. തലപ്പിള്ളി NSS താലൂക്ക് യൂണിയൻ 56ാമത് മന്നം സമാധി ദിനം ആചരിച്ചു. യൂണിയൻ പ്രസിഡന്റ് P. ഹൃഷികേഷ് ദീപം തെളിയിച്ചു. വലപ്പാട് GDM LP സ്കൂളിൽ സമേധം പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ കഥാകവിതാ ക്യാമ്പിന് തുടക്കമായി. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.